അപ്പോൾ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ, അതും വെറും 300 രൂപക്ക് നമുക്ക് നല്ല ഒന്നാന്തര സീ ഫുഡോട് കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക, എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. അതായത് 300 രൂപക്കാണ് നമ്മൾ ഇതിനകത്ത് കയറുന്നതും. അത് രാവിലെ ചെല്ലുമ്പോൾ നമുക്കൊരു നല്ലൊരു ഫിൽറ്റർ കോഫി ഉണ്ടാകും. അത് കഴിയുമ്പോൾ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഊണ്, അതുപോലെ തന്നെ അതിന് കഴിയുമ്പോഴത്തേക്ക് ഐസ്ക്രീമും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഈ ടിക്കറ്റ് എൻട്രി എല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് ഈ വെറും 300 രൂപ. അപ്പോൾ വെക്കേഷനാണ്, ഇത് ഏതാ സ്പോട്ട് എന്നുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാൻ എൻ്റെ കസിൻസിനെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ വരുന്നുണ്ട്. ഞങ്ങൾ 4 പേരും കൂടിയാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഏതാണ് ഈ സ്ഥലം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈക്കം കാട്ടിക്കുന്നിലുള്ള പാലാക്കരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. എറണാകുളം ജില്ലയിൽ നിന്ന് വരുമ്പോൾ ഏകദേശം ഒരു 29-30 കിലോമീറ്ററോളം ഉണ്ട്. അതുപോലെ വൈക്കത്ത് നിന്ന് വരാനാണെങ്കിലും ഒരു 8-9 കിലോമീറ്റർ അത്രയൊക്കെ ദൂരമേ നമുക്ക് ഇവിടെ വരാനായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്പോട്ടിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ചെന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് 300 രൂപയാണ് കേട്ടോ. അപ്പോൾ ശനിയാഴ്ച ദിവസം ഇന്ന് 300 രൂപയാണ്. എനിക്ക് തോന്നുന്നത് സൺഡേ എന്തോ ചാർജിന് എന്തോ വ്യത്യാസമുണ്ട്. അപ്പോൾ കയറി വരുന്ന ഭാഗം ഇതാണ്. അവിടെ ഒരു മത്സ്യകന്യക അവിടെ കിടപ്പുണ്ട്. കുറേ കാലങ്ങളായതുകൊണ്ട് അതിന് അത്ര വലിയൊരു കാണാനായിട്ട് അത്ര ഭംഗിയായിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടുക്ക് ഭാഗത്ത് കൂടി റോഡും അതുപോലെ തന്നെ അപ്പുറവും ഇപ്പുറവും കായലുമാണ്. അപ്പോൾ ഈ ഒരു കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് നടന്നു പോകാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇവിടെയാണ് കാർ പാർക്കിംഗ് ഒക്കെ വരുന്നത്. പിന്നെ ഓരോ ഔട്ട്ഹൗസ് പോലെ എല്ലാ സ്ഥലങ്ങളിലും പണിതിട്ടിട്ടുണ്ട്. നമുക്ക് അവിടേക്ക് ഇരുന്ന് സംസാരിക്കാനും എന്തെങ്കിലും പാർട്ടികൾ നടത്താനും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ഒരു കോഫിയൊക്കെ കുടിച്ച് നമ്മൾ കായലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 300 രൂപയിലുള്ളതാണ് നമുക്ക് രാവിലത്തെ കോഫി, അതുപോലെ തന്നെ ഉച്ചത്തെ ഫിഷ് ഫ്രൈ, ഫിഷ് കറി, അങ്ങനെ വെജിറ്റബിൾ എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഒരു ഊണും എല്ലാം ഈ 300 രൂപയിലുള്ളതാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ടു പോവുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു സ്ഥലത്തിന് കൂടുതലായിട്ടൊരു ഫിഷ് ഫാം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഈ 300 രൂപയുടെ ടിക്കറ്റ് എടുക്കുമ്പോഴാണ് രാവിലത്തെ കോഫി, ഉച്ചത്തെ ഫിഷ് ഫ്രൈ, ഫിഷ് കറി, അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഒരു ഊണ്, അതുപോലെ തന്നെ അത് ചോറുണ്ട് കഴിയുമ്പോഴത്തേക്ക് ഐസ്ക്രീം. വൈകിട്ടത്തെ ചായ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജ് കൊടുത്ത് നമുക്ക് കുടിക്കാം. ഇനി രാവിലത്തെ ചായ നിങ്ങൾ കഴിച്ചില്ല എങ്കിൽ വൈകിട്ടത്തേക്ക് നമുക്ക് ആ ചായ കുടിക്കാം. നമുക്ക് ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞങ്ങൾ അപ്പോൾ നമ്മൾ ഈ നടന്നു പോകുമ്പോൾ ഓരോ സ്ഥലത്തും ഇതേപോലെയുള്ള ഔട്ട്ഡോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വിശ്രമിച്ചൊക്കെ ഇരുന്ന് പോകാവുന്നതാണ്. അപ്പം അത്യാവശ്യം ഇതിൻ്റെ എൻട്രിയിൽ നിന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നടന്നു പോകാനായിട്ട് അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ നടന്നു പോകാനായിട്ട്. ഇനി നടന്നു പോകാൻ നമുക്ക് പറ്റില്ലെങ്കിൽ അവിടെ സ്പീഡ് ബോട്ട് ഉണ്ട്, അവർ കൊണ്ടുവന്ന് നമ്മളെ കൊണ്ടുപോകും. ആ ഒരു എന്താ പറയുക, അതിൻ്റെ അവസാന ഭാഗത്തേക്കൊക്കെ കൊണ്ടുപോകും. അപ്പം നടന്നു പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് ഇതേപോലെയുള്ള എന്താ പറയുക, നിന്ന് ഫോട്ടോ എടുക്കാനും നമുക്ക് ഭയങ്കര കാറ്റാണ് കേട്ടോ. നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ വിചാരിച്ച് ഈ ചൂടത്ത് ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര ചൂടുകാറ്റായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മളെ പറപ്പിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് നമ്മുടെ മക്കൾക്കും അതുപോലെ വലിയ ആൾക്കാർക്കും ഉള്ളതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഈ എടുക്കുന്ന 300 രൂപയുടെ ടിക്കറ്റിൽ നമുക്ക് ഊണ്, ചായ, ഐസ്ക്രീം, അതുപോലെ തന്നെ അവർ പറഞ്ഞത് കയാക്കിങ്, നമ്മുടെ പെഡൽ ബോട്ട്, ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പെഡൽ ബോട്ടൊക്കെ നമ്മൾ തന്നെ ഓടിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഇതിന് ഉള്ളത്. പക്ഷേ ഇതിലും വലിയ പാക്കേജ് എന്തൊക്കെയുണ്ട്. നമ്മൾ എന്തായാലും എടുത്തിരിക്കുന്നത് 300 രൂപയാണ് അവിടെ എൻട്രി ഫീ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. പിന്നെ ഇതൊരു ഫിഷ് ഫാം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇവർ നിറച്ച് ചെമ്മീൻ, കരിമീൻ, സിലോപ്പി, അങ്ങനെ വിവിധ തരം മീനുകളെല്ലാം ഇവരിങ്ങനെ എന്താ പറയുക കൃഷി ചെയ്യുന്ന ഒരിടം കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് അവരെ കെട്ടി നിർത്തിയിട്ടാണ് ആ ഒരു എന്താ പറയുക ആ മീനിനെയൊക്കെ ഇവരിവിടെ വളർത്തുന്നത്. അങ്ങനെ ഞങ്ങൾ നല്ല ദൂരം കൊണ്ടിട്ട് നടന്നു പോകാനായിട്ട്. പക്ഷെ നടന്നു പോകുന്നത് നമുക്ക് ഒരിക്കലും ബോറിംഗ് ആവില്ല. കാരണം അത്രയും മനോഹരമായ സ്ഥലത്ത് കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പുറം ഇപ്പുറം കായലും അതിൻ്റെ കാറ്റും പിന്നെ എന്താ പറയുക കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ പോവാം. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം, ഈ ഒരു 300 രൂപയിൽ തന്നെ നമുക്ക് ചൂണ്ടയിടാനും പറ്റും കേട്ടോ. പക്ഷെ ചൂണ്ടയിട്ട് കഴിയുമ്പോൾ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഈ മീൻ നമ്മൾ വെളിയിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുക്കണം. ചൂണ്ടയിട്ട് മീൻ പിടിക്കാം. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ലക്കിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ചൂണ്ടയിട്ടൊരു കൊച്ചു കരിമീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കരിമീൻ്റെ കുഞ്ഞിനെയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ അതിനെ
ഊരി അങ്ങോട്ട് വിട്ട്. പിന്നെ എന്താ പറയുക, ഒരെണ്ണം കിട്ടിയപ്പോൾ വീണ്ടും വീണ്ടും കിട്ടണമല്ലോ എന്നൊരു ആവേശമായിരുന്നു. അങ്ങനെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നമുക്ക് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഇതുപോലെയുള്ള എന്താ പറയുക, കിടന്നാടാനായിട്ടുള്ള നെറ്റ് ഊഞ്ഞാലുകൾ ഇഷ്ടം പോലെ അവിടെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ഊഞ്ഞാലുകൾ കെട്ടിയിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് കളിക്കാൻ പറ്റിയ കുറേ ഐറ്റംസുകൾ അവിടെയുണ്ട്. അതായത് നമ്മുടെ പാർക്കിലൊക്കെ കയറുമ്പോൾ എന്തൊക്കെയാണോ ഉള്ളത് ആ ഐറ്റംസുകളൊക്കെ നമ്മുടെ ഈ ഒരു സ്ഥലത്തുണ്ട്. അതുകൊണ്ട് മക്കളെയും കൊണ്ട് വരാനും അവർക്ക് എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റും. കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റും അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുക, നമ്മുടെ വഞ്ചി ഈ ഹൗസ് ബോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറി പോകുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിവിടെ കിടക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഈ എറണാകുളത്ത് നിന്നൊക്കെ ഓരോ പാക്കേജായിട്ട് ഓരോരുത്തർ വരുന്നുണ്ട്. പത്മേന്നൊക്കെ പാക്കേജായിട്ട് നേരെ നമ്മുടെ ഈ ഒരു സ്പോട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, ഇത് നമ്മുടെ വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുടിലാണ്. അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ പാർട്ടിയും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് നടത്താവുന്നതാണ്. അപ്പോൾ അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫീ എനിക്ക് അറിയില്ല, ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. അതായത് നമ്മുടെ പുഴയിലേക്ക് നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഹൗസ് ബോട്ട് പോകുന്ന കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ ഹൗസ് ബോട്ട് പോകുന്ന കാഴ്ചകളും അങ്ങനെ എല്ലാം കണ്ട് നമുക്ക് മനോഹരമായിട്ട് നമുക്ക് സന്തോഷിച്ച് അവിടെ ഇരിക്കാം. പിന്നെ ഈ ഒരു കാണുന്ന സംഭവം അവിടെ പിള്ളേർക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഒരു ആഗ്രഹം ഒന്ന് കയറി നോക്കിയതാണ്. പിന്നെ നമ്മൾ കയറി വരുന്ന എൻട്രിയിൽ തന്നെ ഇതേപോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ടല്ലോ, ഒരു പുഴുയുടെ അകത്ത് കൂടി കയറി വന്നെ. എന്തായാലും ഞങ്ങൾ അതൊന്നും മിസ്സാക്കിയിട്ടില്ല, അതിനകത്തും ഞങ്ങൾ വലിഞ്ഞ് കയറിയിട്ടുണ്ട്. എന്തായാലും നമ്മളൊക്കെ എന്താ പറയുക, ഇത്ര വളർന്നു പോയെന്നല്ലേ ഉള്ളു. നമ്മളും എന്താ പറയുക, മനസ്സുകൊണ്ട് കുഞ്ഞ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഞങ്ങൾ അവിടെ കിടന്നുകൊണ്ട് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇത്. ഇതുപോലെ ഇഷ്ടം പോലെ ഇങ്ങനെ എന്താ പറയുക, കായലിൻ്റെ അരികത്ത് കൂടി ഇങ്ങനെ നെറ്റ് ഇങ്ങനെ കെട്ടിയിരിക്കുവാണ്. പിന്നെ മക്കൾക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ എന്താ പറയുക, ഒത്തിരി ആക്കിയിട്ടില്ല ഞാൻ, കാരണം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് ഇനി അവരൊന്നും ഒത്തിരി വീഡിയോയിൽ വരണ്ടല്ലോ എന്ന് ഓർത്താണ്. അങ്ങനെ 12:30 മണിയായപ്പോഴത്തേക്ക് നമുക്ക് വിശപ്പിൻ്റെ വിളി വന്ന് നമ്മളിതാ നേരേക്ക് അവിടെ ക്യാൻറ്റീനിലേക്ക് ചെന്ന് നമ്മൾ ഈ ഒരു കൂപ്പൺ കാണിക്കുമ്പോൾ നമ്മുടെ ചേച്ചിമാർ നമുക്ക് ഊണെടുത്ത് നമുക്ക് തരുവാണ് ചെയ്യുന്നത്. നമ്മൾ സെൽഫ് സർവീസാണ്. നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഫുഡ് എടുത്തുകൊണ്ട് വരണം. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കഴിക്കാനും പറ്റും കേട്ടോ. നല്ല ഫുഡായിരുന്നു, ഒന്നും പറയാതിരിക്കാൻ പറ്റിയല്ല. നമ്മുടെ ഈ ഒരു 300 രൂപയുടെ പാക്കേജിലുള്ളതാണ് നമുക്ക് ഈ കാണുന്ന ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും അങ്ങനെ ഉള്ളത്. പിന്നെ എന്തെങ്കിലും നമുക്ക് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. എന്തായാലും ഞങ്ങൾ സെപ്പറേറ്റ് ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് പെഡൽ ബോട്ടിന് വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെന്നതേ ഡയറക്റ്റ് ഞങ്ങൾ അങ്ങോട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പോയില്ല. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ ബോട്ടിങ്ങിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ആ ബോട്ടിങ്ങിലേക്ക് കയറി. പുറകെ ഇരിക്കുന്നവർക്ക് നല്ല സുഖമാണ് കേട്ടോ. ഈ ഒരു പെഡൽ ബോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വരും. കാരണം എന്താ പറയുക, അതിൻ്റെ ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കുകയും വളയ്ക്കുകയൊക്കെ ചെയ്യണം. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പെഡൽ ബോട്ട് ഓടിക്കുന്ന സ്ഥലം, കയാക്കിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ മറിഞ്ഞ് ആ വെള്ളത്തിൽ വീണ് പോയാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞത് വെള്ളത്തിൽ വീണ് നടന്നു പോയാൽ നടന്നിങ്ങ് പോന്നേച്ചാൽ മതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയും ആഴമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ എന്താ പറയുക, കാലിന് മുകളിലോട്ടോ അങ്ങനെ എള്ളുന്ന അങ്ങോട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, മറിഞ്ഞു പോവോ നിങ്ങൾക്ക് നീന്തൽ അറിയുമോ എന്നൊക്കെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയണേ എന്ത് സംഭവിച്ചാലും ഇനി ഇറങ്ങി ഇങ്ങോട്ട് വന്നോന്ന് തോന്നിയാൽ നടന്നിങ്ങോ വെള്ളത്തിൽ നിന്ന് പോന്നേക്കുന്നതാണ് ആ ചേട്ടന്മാർ നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഐസ്ക്രീമും ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പെഡൽ ബോട്ടിലേക്ക് കയറി. ഞങ്ങൾ 2 പേരും കൂടി ആയിട്ടാ, ഞാനും എൻ്റെ ഒരു കസിനും കൂടിയായിട്ടാണ് ഇത് ചവിട്ടുന്നത്. പുറകെ ഇരിക്കുന്നവളുമാർക്ക് നല്ല സുഖമാണ് കേട്ടോ. അവർ പറയാം പുറകെ ഇരുന്നത് ഭാഗ്യം എന്തായാലും. അതായത് ഞങ്ങളുടെ കയ്യിലായിരുന്നു കൺട്രോളിങ് മുഴുവൻ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ കിടന്ന് തപ്പിയും തടഞ്ഞും ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു കണക്കിന് ഓടിച്ച് ആ സമയം ഞങ്ങൾ കംപ്ലീറ്റ് ആക്കണതിന് മുന്നേ ഞങ്ങൾ കയറിയിട്ടാ. അപ്പം അവരൊരു തൂണിട്ടിട്ടുണ്ട്. ആ തൂണിനപ്പുറം പോകരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം തൂണിനപ്പുറം പോയിട്ടുണ്ടെങ്കിൽ എന്തോ അപകടമൊക്കെ ഉള്ള സ്ഥലമാണ്. അതിനിപ്പുറത്തേക്കാണ് അവർ പറഞ്ഞത് നമുക്ക് നടന്നു പോകാനായിട്ടുള്ള വെള്ളം മാത്രമേ ഉള്ളൂ എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പെഡൽ ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കയ്യൊക്കെ ഇട്ട് വെള്ളമൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ പോവാം കേട്ടോ. അപ്പം എന്താ പറയണത്, നമ്മൾ വൈക്കത്തുള്ള പാലാക്കരി എന്ന് പറഞ്ഞാൽ കാട്ടിക്കുന്നേന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സ്പോട്ട് ഉള്ളത്. 300 രൂപയാണ് അവിടുത്തെ ചാർജ്. ആ 300 രൂപയിൽ ഉൾപ്പെട്ടതാണ് രാവിലത്തെ ചായ, അതായത് ഒരു ഫിൽറ്റർ കോഫി, അതുപോലെ തന്നെ ഫിഷ് കറി, ഫിഷ് ഫ്രൈയോട് കൂടിയുള്ള ഒരു ഊണ് കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഐസ്ക്രീമും, അതുപോലെ തന്നെ നമുക്ക് കയാക്കിങ്ങും പെഡൽ ബോട്ടും
അതുപോലെ തന്നെ ചൂണ്ടയിടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു 300 രൂപയിൽ ഉൾപ്പെട്ടതാണ്. നിങ്ങൾക്ക് സ്പീഡ് ബോട്ട് വേണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കൊട്ടവഞ്ചി അങ്ങനെയുള്ള എന്തൊക്കെയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് 100-150 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ കയറി നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം ഫിഷിനെ കെട്ടായിട്ട് വളർത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവർ നമുക്ക് അവിടുന്ന് എന്താ പറയുക, ഇവിടെ നിന്നാണ് ഈ ഫിഷെല്ലാം പിടിച്ചിട്ടാണ് ഇവിടെ കറിവെച്ച് ക്യാൻറ്റീനിൽ നമുക്ക് തരുന്നത് കേട്ടോ. അവിടെ കെട്ടിൽ വളർത്തുന്ന മീനുകളാണ്. പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ച് വന്ന വഴിക്ക് എന്തായാലും ഇത് മിസ്സാക്കിയില്ല, കയറി വന്ന വഴിക്ക് കണ്ട കാഴ്ചയായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു കാഴ്ചയും കണ്ട് ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും പോവാതെ ഇരിക്കരുത്. അത്രയും നല്ല സ്ഥലമാണ്. വെറും 300 രൂപയുള്ള നമ്മുടെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് വെക്കേഷനാണ്. അപ്പൊ പോയി അടിച്ചു പൊളിക്കുക. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.